ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഏറ്റവും പേടിച്ച എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കണേ. കേവിലേക്ക് പോകണം, കേവ് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, നമ്മൾ ഇനി ഏത് കേവ് കണ്ടുപിടിക്കും എന്നുള്ള സംശയമൊന്നും വേണ്ട. നമ്മൾ ഇന്നലെ അവിടെ ഒരു ടോർച്ച് ഇരിക്കുന്നുണ്ടാ, അതിൻ്റെ അവിടെ ഒരു കുഴി കണ്ടാ, അവിടെ നമ്മളൊരു മൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. അത് കുഴിച്ച് പോയാൽ എന്തായാലും ഒരു കേവ് കിട്ടും. അപ്പോൾ ആ കേവിക്ക് പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്നാൽ കാണുമെന്ന് അറിയില്ല. കാണില്ല. അവിടെ ആയിട്ടൊരു മല ഉണ്ടാ, അതവിടെ ആയിട്ട് അവിടെ ഒരു സ്റ്റോണ് മാത്രമുള്ളൊരു ബയോമുണ്ട്. ഞാനത് കണ്ടപ്പോൾ അപ്പം തന്നെ വിചാരിച്ചു അവിടേക്കൊന്ന് പോയി നോക്കാം. കാരണം കേവ് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് എന്തായാലും കുറച്ച് കോള് വേണം. കോള് മൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടേക്കൊന്ന് പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അവിടെ കോള് മാത്രമല്ല കിട്ടണേ, ഇത്ര അയൺ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. 36 അയൺ, അതായത് 10 നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 26 നമ്മൾ അവിടെ നിന്ന് ഒപ്പിച്ചാണ്. പിന്നെ നിങ്ങളിവിടെ കണ്ടവും ഒരുപാട് 5 സ്റ്റാക്ക് മരം നമ്മളിവിടെ ഒപ്പിച്ചിരിക്കുകയാണ്. കാരണം ഞാനും എൻ്റെ അനിയനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവനും ഞാനും കൂടി ഗ്രൈൻഡായിരുന്നു പണി ഓഫ് ക്യാമറയിൽ. അപ്പോൾ ഈ അയൺ വെച്ചിട്ട് നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കാൻ പറ്റും. ഒരു സെറ്റ് അയൺ ആർമർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എൻ്റെ ഹെഡ്ഫോൺ പൊട്ടാണ്ടിരിക്കാനായിട്ട് ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, പിന്നെ ഒരു ബൂട്ട്. എന്നെ കണ്ട എന്ത് ഭംഗിയെന്നുണ്ട് എന്നെ. ഇനി ഒരു ഷീൽഡിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിൽ വുഡ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, വുഡൻ പ്ലാങ്ക് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. ഇനി എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഷീൽഡ്. നമ്മൾ ഫുൾ ആർമർ ആയിട്ട് അയണ്ട. അത് ഞാൻ അപ്പോൾ കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ ആ വ്യൂ. എന്ത് ഭംഗിയെന്ന് നോക്കാനാണ് തിളങ്ങുന്നു ഞാൻ. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞു കേട്ടോ നമ്മുടെ മൈൻക്രാഫ്റ്റിലത്തെ മോജാങ്ക്. അപ്പോൾ നമ്മൾക്ക് മഴ തന്നിരിക്കുകയാണെങ്കിൽ കൈയടിക്കണം. ഓക്കെ, അപ്പോൾ തണ്ടർ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. എല്ലാം ഉറങ്ങാൻ പറ്റുമെന്ന് ഉറങ്ങി നോക്കട്ടെ. ഈ മഴ മാറണ വരെ മാനത്ത് നോക്കിയിരിക്കണം. അല്ല വേണ്ട, നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, നമ്മളിനി അത് എടുക്കാൻ പോകണം. നമ്മുടെ ഒരു അയൺ പിക്കാസ് ഉണ്ട്, അതെടുക്കാം. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള 11 അയൺ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം വന്നാലോ. അപ്പോൾ ഈ പിക്കാസ് മാറ്റി ഇതാക്കാം. ഈ തണ്ണിമത്തനെ പമ്പിന് മാറ്റി ഇതാക്കിയിട്ടുണ്ട്. മരം നമുക്ക് വേണമെങ്കിൽ അല്ല, നമ്മുടെ കയ്യിൽ ഇത്ര മരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുക്കണില്ല. നമുക്ക് വേറെ സ്റ്റോറേജ് പ്ലേസ് ഒക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് കളർ മരം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാട്ടോ. എന്തായാലും അങ്ങോട്ട് പോവാണ്. മഴയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അയ്യോ, ടോർച്ച് എടുത്തില്ല. ടോർച്ച് വേണം. ഇനിയിപ്പോൾ കേവ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നേരെ അടിയിൽ കേവ് ഉണ്ടെന്ന് എനിക്കറിയാം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് സ്പൈഡറിൻ്റെ ഒക്കെ. അയ്യോ, നമ്മൾ ഈ വിക്ക സൗണ്ട് പൊട്ടിക്കാം. എന്തായാലും പൊട്ടണ്ടാവല്ലേ. എന്തായാലും പൊട്ടാറുണ്ട്. കുറച്ച് ടോർച്ച് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ വല്ല മോബ് സ്പോൺ ഔട്ടാ. നമ്മളങ്ങനെ കുഴിച്ച് പോവാണ്. ഒരു കേവ് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഒരു അയണോറ് കിടക്കുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യാം. അത്രയുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും അടിക്ക് കുഴിച്ചു പോകാട്ടോ.
വീണ്ടും അയം കിട്ടിയിട്ട് ഗൈസ്. ഓക്കെ, ഒരെണ്ണം. നീ വീണ്ടും കുഴിച്ചു പോവാൻ. നമ്മളിത് ഡീപ്പ് സ്ലേറ്റ് ലെവൽ എത്തിയിട്ടുണ്ട്. നമ്മള് മൈൻ ഷാഫ്റ്റിക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കുറച്ച് റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ട്, അത് മൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് മൈൻ ചെയ്യട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ബെഡ് റോക്ക് എത്തിയിട്ടിട്ടാ. നമ്മൾ വിചാരിച്ചത് എല്ലാ കേവിക്ക് പോകുന്നതാണ്. നമ്മൾ ഇത്രയും ദൂരം കുഴിച്ച് വന്നിട്ട് വൈ ലെവൽ മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബെഡ് റോക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി കേവ് എക്സ്പ്ലോറിങ് ഒന്നുമില്ല. ഇനി എൻ്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം മൊത്തം ഞാൻ ഇവിടെ ചിലവഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് 2 ബ്ലോക്കിൽ കുഴിച്ച് പോയി കഴിഞ്ഞാൽ ഡയമണ്ട് കിട്ടാൻ ഏറ്റവും നല്ല വഴി ഇതാണ്. അപ്പോൾ ഇതാണ് ഇനി ഞാൻ ചെയ്യാൻ പോണേ. അതായത് ഇനി നമ്മൾക്ക് ഡയമണ്ട് കിട്ടുന്ന അർത്ഥം. ഓക്കെ, ഇത്ര നമ്മൾ കുഴിച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ എത്ര കുഴിച്ചാലും അത് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി ഇത് റെക്കോർഡ് ചെയ്യാൻ ടൈം ഫുള്ള് ഇവിടെ ഒന്ന് മൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡയമണ്ട് കിട്ടും. ഓക്കെ, ഞാനിനി എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ടൈമുകൾ മൈൻ ചെയ്യാണ് കേട്ടോ ഗൈസ്. ഡയമണ്ട്, ഓ ഡയമണ്ട് ഗൈസ്, ഡയമണ്ട് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ട, കയ്യിലിരിക്കണമെന്ന് കണ്ട, അതും കൂടി പൊട്ടിക്കാട്ടാ ഞാൻ. ഓക്കെ, അതൊച്ചിട്ട ഗൈസ്. ഓക്കെ, 2 ഡയമണ്ട് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒരു ചീറ്റിങ് ചെയ്യാണ്ട് ആദ്യമായിട്ടാണ് ഡയമണ്ട് കണ്ടുപിടിക്കണേ. അയ്യോ, ഞാൻ റെക്കോർഡ് ഓണാക്കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു കേട്ടോ ഗൈസ്. ഡയമണ്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഓ അങ്ങനെ 2 ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. 1 ഡയമണ്ട് കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഡയമണ്ട് കിട്ടിയാൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാട്ടോ ഗൈസ്. ഓക്കെ, റെക്കോർഡോ അയ്യോ ഗൈസ്, ഇപ്പോഴാണ് ഞാൻ റെക്കോർഡ് ഓണാക്കിയത്. വീണ്ടും ഞാൻ കാട്ടിത്തരാട്ടോ. വീണ്ടും 2 ഡയമണ്ട് കൂടി കിട്ടി. നമ്മൾ ഇവിടെ കുഴിച്ചു. ഇവിടെ കുഴിച്ചപ്പോഴാണ് നമുക്ക് 2 ഡയമണ്ട്, ആദ്യത്തെ 2 ഡയമണ്ട് കിട്ടി. അത് ക്യാമറയിൽ പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കുഴിച്ചപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും 2 ഡയമണ്ട് കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ 4 ഡയമണ്ട് ഉണ്ട്. അത് സോറി ഗൈസ്, ക്യാമറയിൽ കിട്ടിയില്ല. റെക്കോർഡ് അമർത്താൻ മറന്നു ഞാൻ ഒരു ഭാഗം കൂടി അങ്ങനെ കുഴിച്ച് പോട്ടെ കേട്ടോ, എങ്ങാനും കിട്ടി കഴിഞ്ഞാലും. അപ്പോൾ ഞാനത് കുഴിച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇല്ല ഗൈസ്, ഞാൻ വീണ്ടും കുറച്ച് കുഴിച്ച് നോക്കി, ഒന്നുമില്ല. അപ്പോൾ ഈ 4 ഡയമണ്ട് തന്നെ കണ്ട, നമ്മുടെ ഇരിക്കണ സാധനം കണ്ട, കയ്യിലിരിക്കണോക്ക് എന്ത് രസം കാണാൻ. കണ്ട സാധനം കണ്ട, രണ്ടൊന്ന് തിരിയണത് കണ്ട. ഓക്കെ, ഈ 4 ഡയമണ്ട് വെച്ച് നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമുക്കൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാം. ഡയമണ്ട് സോഡ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്, ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാനുള്ളതുണ്ട്, ഡയമണ്ട് ആക്സ് ഉണ്ടാക്കാനുള്ളതുണ്ട്. നമ്മളിപ്പോൾ ഡയമണ്ട് പിക്കാസാണ് ഉണ്ടാക്കണം. അതിന് ആദ്യം വുഡ് ഉണ്ടാക്കണം കേട്ടോ. വുഡ് ഉണ്ടാക്കിയിട്ട് അത് നേരെ 4 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ നേരെ ഒരു ഡയമണ്ട് പിക്കാസ്, ഒരു ഡയമണ്ട് ബാക്കിയിട്ടാണ്. അത് നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ തന്നെ വയ്ക്കാം. ആവശ്യമുണ്ടാവും, ഡയമണ്ട് അല്ലേ, എന്തായാലും ആവശ്യം വരും. ഓക്കെ, നമ്മൾ ഡയമണ്ട് പിക്കാസ് എടുത്ത് നമുക്ക് കയ്യിൽ വെക്കാട്ടാ. കണ്ട കേട്ട സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചീറ്റിങ് ചെയ്യാണ്ട് ഒരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കണേ. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.